സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഓരോ ചോദ്യങ്ങളോടൊപ്പം തന്നെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. PSCയുടെ ട്രെൻഡിങ് ആയിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സും. അപ്പം മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. അനുച്ഛേദം 51A ആർട്ടിക്കിൾ 51A ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൗലിക കടമകൾ അനുച്ഛേദം 51A. മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കപ്പെട്ടത് ഏത് ഭേദഗതിയിലൂടെയാണ് എന്ന് ചോദിച്ചാലോ? 42ാം ഭേദഗതി നിയമപ്രകാരമാണ്. 1976 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ചേർക്കപ്പെട്ടത്. മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കപ്പെട്ടത് ഏത് കമ്മീഷന്റെ ശുപാർശയെ തുടർന്നാണ്? സ്വരൺ സിംഗ് കമ്മീഷന്റെ ശുപാർശയെ തുടർന്നാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കപ്പെട്ടത്. ആദ്യമായി ഉൾപ്പെടുത്തിയപ്പോൾ മൗലിക കടമകളുടെ എണ്ണം എത്രയായിരുന്നു? 1976 42ാമത്തെ ഭേദഗതി നിയമപ്രകാരം മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയപ്പോൾ 10 മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത്. നിലവിൽ മൗലിക കടമകളുടെ എണ്ണം എത്രയാണ്? 11 മൗലിക കടമകളാണുള്ളത്. 11ാമത്തെ മൗലിക കടമ ചേർക്കപ്പെട്ടത് 86ാം ഭേദഗതി നിയമം 2002 86ാമത്തെ ഭേദഗതി നിയമപ്രകാരമാണ് 11ാമത്തെ മൗലിക കടമ ഭരണഘടനയിൽ ചേർക്കപ്പെട്ടത്. 86ാമത്തെ ഭേദഗതി നിയമം. ഇനി 11ാമത്തെ മൗലിക കടമ എന്താണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് മാതാപിതാക്കളുടെ കടമ. എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ് എന്ന മൗലിക കടമയാണ് 11ാമത്തെ മൗലിക കടമയായിട്ട് ചേർക്കപ്പെട്ടത്. മൗലിക കടമകൾ ഭരണഘടനയിലെ ഏത് ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഗം 4A പാർട്ട് 4A അല്ലെങ്കിൽ ഭാഗം 4A മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭാഗം 4A. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നുമാണ്? മൗലിക കടമകൾ ഇന്ത്യ കടമെടുത്തത് സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ USSR. മൗലിക കടമകൾ ഇന്ത്യ കടമെടുത്തത്, മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ്. ഒന്നും കൂടി ഒന്ന് നോക്കിയാലോ. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 51A ആണ്. ഇനി എത്രാമത്തെ ഭേദഗതി പ്രകാരമാണ്? 42ാം ഭേദഗതി 1976 42ാമത്തെ ഭേദഗതി പ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കപ്പെട്ടത്. ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്? സ്വരൺ സിംഗ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്. ഇനി 1976 42ാം ഭേദഗതി പ്രകാരം മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കപ്പെട്ടപ്പോൾ എത്ര മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത്? 10 മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ 11 മൗലിക കടമകളാണുള്ളത്. 11ാമത്തെ മൗലിക കടമ ഏത് ഭേദഗതി പ്രകാരമാണ് ചേർക്കപ്പെട്ടത്? 86ാമത്തെ ഭേദഗതി പ്രകാരമാണ്. ഏത് വർഷം? 2002 86ാമത്തെ ഭേദഗതി പ്രകാരമാണ് 11ാമത്തെ മൗലിക കടമ ഭരണഘടനയിൽ ചേർക്കപ്പെട്ടത്. ഇനി 11ാമത്തെ മൗലിക കടമ എന്താണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് മാതാപിതാക്കളുടെ കടമ. മൗലിക കടമകൾ ഭരണഘടനയിലെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഗം 4A. ഭാഗം 4A മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നുമാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ്. സോവിയറ്റ് യൂണിയൻ.
എല്ലാം തന്നെ പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന പോയിന്റ്സ് ആണ്. മുഴുവൻ പോയിന്റ്സ് നോട്ട് ചെയ്യുക, പഠിക്കുക. അടുത്ത ചോദ്യം, സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഇതെല്ലാം PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്, പ്രത്യേകം പഠിക്കാം. സുവർണ ചതുഷ്കോണ പദ്ധതി ആരംഭിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ ഭരണകാലത്താണ്? അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് സുവർണ ചതുഷ്കോണ പദ്ധതി ആരംഭിച്ചത്. സുവർണ ചതുഷ്കോണ പദ്ധതി ഇന്ത്യയുടെ ദേശീയപാത വികസന പദ്ധതിയുടെ ഏത് ഘട്ടത്തിലാണ് നടപ്പിലാക്കിയത് എന്ന് ചോദിച്ചാൽ ഫേസ് 1-ലാണ്. ഫേസ് 1-ലാണ് സുവർണ ചതുഷ്കോണ പദ്ധതി നടപ്പിലാക്കിയത്. ദേശീയപാത വികസന പദ്ധതിയുടെ ഫേസ് 1-ലാണ് സുവർണ ചതുഷ്കോണ പദ്ധതി നടപ്പിലാക്കിയത്. സുവർണ ചതുഷ്കോണ ഹൈവേയുടെ ഏകദേശം ആകെ ദൂരം എത്ര കിലോമീറ്റർ ആണ്? ഏകദേശം 5846 കിലോമീറ്റർ ആണ് സുവർണ ചതുഷ്കോണ ഹൈവേയുടെ ഏകദേശം ദൂരം. 5846 കിലോമീറ്റർ. സുവർണ ചതുഷ്കോണ പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം എന്ന് ചോദിച്ചാൽ വിപണനവും ഗതാഗതവും വേഗത്തിലാക്കുക, പ്രധാന നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുക. വിപണനവും ഗതാഗതവും വേഗത്തിലാക്കുക, പ്രധാന നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുക. ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ പദ്ധതിയുടെ നിർമ്മാണത്തിലുള്ള പ്രധാന ഉത്തരവാദിത്തം ഏത് ഏജൻസിക്കാണ്? നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ്. NHAIക്കാണ്. നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഒന്നുകൂടി നോക്കാം. സുവർണ ചതുഷ്കോണ പദ്ധതി പ്രകാരം ബന്ധിപ്പിക്കുന്നത് ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നീ സ്ഥലങ്ങളെയാണ്. സുവർണ ചതുഷ്കോണ പദ്ധതി ആരംഭിച്ചപ്പോൾ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി. സുവർണ ചതുഷ്കോണ പദ്ധതി ദേശീയപാത വികസന പദ്ധതിയുടെ ഏത് ഘട്ടത്തിലാണ് നടപ്പിലാക്കിയത്? ഫേസ് 1-ലാണ്. സുവർണ ചതുഷ്കോണ ഹൈവേയുടെ ഏകദേശം ദൂരം എന്ന് പറയുന്നത് 5846 കിലോമീറ്റർ ആണ്. ഇതിന്റെ ലക്ഷ്യം വിപണനവും ഗതാഗതവും വേഗത്തിലാക്കുക, പ്രധാന നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുക. ഇനി ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ പദ്ധതിയുടെ നിർമ്മാണത്തിലുള്ള പ്രധാന ഉത്തരവാദിത്തം ഏത് ഏജൻസിക്കാണ്? നാഷണൽ ഹൈവേസ് അതോറിറ്റീസ് ഓഫ് ഇന്ത്യക്കാണ്. NHAIക്കാണ് സുവർണ ചതുഷ്കോണ പദ്ധതിയുടെ നിർമ്മാണത്തിനുള്ള പ്രധാന ഉത്തരവാദിത്തം വരുന്നത്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരി നദിയാണ്. ഗോദാവരി നദി. ഗോദാവരി നദി ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ത്രയംബക് മലനിരകളിൽ നിന്നുമാണ്. ഗോദാവരി നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നുമാണ്? മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ത്രയംബക് മലനിരകളിൽ നിന്നുമാണ്. ഗോദാവരി നദി പതിക്കുന്നത് ഏത് കടലിലാണ് എന്ന് ചോദിച്ചാൽ ബംഗാൾ ഉൾക്കടലിലാണ്. ബംഗാൾ ഉൾക്കടൽ. അപ്പോൾ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഗോദാവരി നദിയാണ്. ഗോദാവരി നദി ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ത്രയംബക് മലനിരകളിൽ നിന്നുമാണ്. ഗോദാവരി നദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ ആണ്. ഐത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ഐത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 17 ആർട്ടിക്കിൾ 17. അൺടച്ചബിലിറ്റി ആക്ട് ഏത് വർഷമാണ് പാസ്സായത്? അൺടച്ചബിലിറ്റി ആക്ട് പാസ്സായത് 1955 1955. ഇനി അൺടച്ചബിലിറ്റി ആക്ടിന്റെ പേര് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട്. പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്നാക്കി മാറ്റിയത് ഏത് വർഷമാണ്?
1976 അൺടച്ചബിലിറ്റി ആക്ട് നിലവിൽ വന്നത് 1955 ഈ അൺടച്ചബിലിറ്റി ആക്ടിനെ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്നാക്കി മാറ്റിയത് 1976 ആർട്ടിക്കിൾ 17 ഉൾപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ആർട്ടിക്കിൾ 17 ഉൾപ്പെടുന്നത് പാർട്ട് 3 മൗലിക അവകാശങ്ങളിലാണ് ആർട്ടിക്കിൾ 17 ഉൾപ്പെടുന്നത്. പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സിലാണ് ആർട്ടിക്കിൾ 17 ഉൾപ്പെടുന്നത്. ആർട്ടിക്കിൾ 17 ഉദ്ദേശം എന്താണ്? അയിത്താചരണം പൂർണ്ണമായിട്ടും നിർമൂലനം ചെയ്യുക. അയിത്താചരണം പൂർണ്ണമായിട്ടും നിർമൂലനം ചെയ്യുക എന്നതാണ് ആർട്ടിക്കിൾ 17 ഉദ്ദേശം. ആർട്ടിക്കിൾ 17 നടപ്പാക്കാൻ സംബന്ധിച്ച നിയമനിർമ്മാണം ആർക്കാണ് ചെയ്യാൻ അധികാരം? പാർലമെന്റിനാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ആർട്ടിക്കിൾ 17 ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? ആർട്ടിക്കിൾ 17 റൈറ്റ് ടു ഇക്വാലിറ്റി അല്ലെങ്കിൽ സമത്വാവകാശത്തിൽ ഉൾപ്പെടുന്നതാണ്. ആർട്ടിക്കിൾ 17 ഉൾപ്പെടുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റി അല്ലെങ്കിൽ സമത്വാവകാശത്തിലാണ്. ഭരണഘടനയിലെ റൈറ്റ് ടു ഇക്വാലിറ്റി ഉൾപ്പെടുന്ന ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് റൈറ്റ് ടു ഇക്വാലിറ്റി അല്ലെങ്കിൽ സമത്വാവകാശത്തിൽ വരുന്ന ആർട്ടിക്കിളുകൾ വരുന്നത്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. ലാസ്റ്റത്തെ ചോദ്യം പ്രത്യേകം നോട്ട് ചെയ്യുക. റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ ടൈറ്റിൽസ് അല്ലെങ്കിൽ പദവികൾ റദ്ദാക്കുന്നത് ഏത് ആർട്ടിക്കിളാണ്? റൈറ്റ് ടു ഇക്വാലിറ്റിയിലെ ടൈറ്റിൽസ് അല്ലെങ്കിൽ പദവികൾ റദ്ദാക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 18 പ്രകാരമാണ്. അപ്പോൾ ഒന്നും കൂടി നോക്കാം. അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 17 ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി ആക്ട് ഏത് വർഷമാണ് പാസ്സായത്? 1955 അൺടച്ചബിലിറ്റി ആക്ടിന്റെ പേര് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്നാക്കി മാറ്റിയത് 1976 ആർട്ടിക്കിൾ 17 ഉൾപ്പെടുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിലാണ്. ഭാഗം 3 ഫണ്ടമെന്റൽ റൈറ്റ്സിലാണ്. ആർട്ടിക്കിൾ 17 ഉദ്ദേശം എന്ന് പറയുന്നത് അയിത്താചരണം പൂർണ്ണമായിട്ടും നിർമൂലനം ചെയ്യുക എന്നതാണ്. ആർട്ടിക്കിൾ 17 നടപ്പാക്കൽ സംബന്ധിച്ച നിയമനിർമ്മാണം നടത്താനായിട്ട് പാർലമെന്റിനാണ് അധികാരമുള്ളത്. ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ആർട്ടിക്കിൾ 17 ഏത് വിഭാഗത്തിലാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ സമത്വാവകാശത്തിലാണ്. റൈറ്റ് ടു ഇക്വാലിറ്റിയിലാണ് ആർട്ടിക്കിൾ 17 വരുന്നത്. ഭരണഘടനയിൽ റൈറ്റ് ടു ഇക്വാലിറ്റി അല്ലെങ്കിൽ സമത്വാവകാശം ഉൾപ്പെടുന്ന ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ്. ആർട്ടിക്കിൾ 18 പ്രത്യേകം നോട്ട് ചെയ്യുക. റൈറ്റ് ടു ഇക്വാലിറ്റിയിലെ ടൈറ്റിൽസ് അല്ലെങ്കിൽ പദവികൾ റദ്ദാക്കുന്നത് ഏത് ആർട്ടിക്കിളാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ആർട്ടിക്കിൾ 18. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ സ്ഥാപിതമായ വർഷം ഏത് എന്ന് ചോദിച്ചാൽ 1993 ഒക്ടോബർ 12. 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്. ഡേറ്റ് സഹിതം ഓർത്തിരിക്കണം. 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. NHRC നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ രൂപീകരിച്ചത് ഏത് നിയമപ്രകാരമാണ്? ഏത് നിയമപ്രകാരമാണ്? പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 പ്രകാരമാണ് NHRC രൂപീകരിച്ചത്. പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 വർഷം പ്രത്യേകം ഓർക്കുക. 1993. പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രാബല്യത്തിൽ വന്ന തീയതി ഏതാണ്? പ്രാബല്യത്തിൽ വന്നത് സെപ്റ്റംബർ 28, 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രാബല്യത്തിൽ വന്നത്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത് ഏത് തീയതി എന്ന് ചോദിച്ചാൽ
1993 സെപ്റ്റംബർ 28 മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത്. അടുത്തത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ കാലാവധി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ്. വിച്ചവർ കംസ് ഫസ്റ്റ്, ഏതാണോ ആദ്യം വരുന്നത് അതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ കാലാവധി. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെ, ഏതാണോ ആദ്യം വരുന്നത് അതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ കാലാവധി. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ഒന്നുകൂടി നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഇപ്പോഴത്തത് ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായ വർഷം 1993 ഒക്ടോബർ 12 ഒക്ടോബർ 12 1993. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് ഏത് നിയമപ്രകാരമാണ്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. ഇനി മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 1993 സെപ്റ്റംബർ 28 മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്, ഏതാണോ ആദ്യം വരുന്നത് അത്. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലാലാ ഹർദയാൽ ഗദ്ദർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏത് രാജ്യത്താണ്? സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ആരാണ് ലാലാ ഹർദയാൽ ഗദ്ദർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏത് രാജ്യത്താണ്? അപ്പൊ ഗദ്ദർ പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ലാലാ ഹർദയാലാണ്. ഏത് രാജ്യത്ത് വെച്ചിട്ടാണ്? അമേരിക്കയിലാണ്. അമേരിക്ക. അപ്പൊ ഗദ്ദർ പാർട്ടി രൂപീകരിച്ചത് ലാലാ ഹർദയാൽ ആണ്. ലാലാ ഹർദയാൽ ഏത് രാജ്യത്ത് വെച്ചാണ് എന്ന് ചോദിച്ചാൽ അമേരിക്കയാണ് ഉത്തരം. അമേരിക്ക. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? സി ശങ്കരൻ നായരാണ്. സി ശങ്കരൻ നായർ. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് സി ശങ്കരൻ നായർ. സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏത്? സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായിട്ട് പുനഃസംഘടിപ്പിക്കണമെന്ന് പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം പയ്യന്നൂരാണ്. ഓപ്ഷൻ ബി പയ്യന്നൂർ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ് നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. 2023 എറണാകുളം ജില്ലയുടെ ഭാഗമായിരുന്ന കുട്ടമ്പുഴ വില്ലേജിലെ ഏകദേശം 12,718.509 ഹെക്ടർ ഭൂമി ഇടുക്കി ജില്ലയിലെ എടമലക്കുടി പഞ്ചായത്തിലേക്ക് കൂട്ടിച്ചേർത്തു. ഇതോടെ ഇടുക്കിയുടെ വിസ്തീർണം 4,612 ചതുരശ്ര കിലോമീറ്ററായി. അതുവരെ ഒന്നാമതായിരുന്ന പാലക്കാടിനെ മറികടന്നു. പാലക്കാടിന് ഇപ്പോൾ 2ാം സ്ഥാനമാണ്. അപ്പം കേരളത്തിലെ നിലവിലെ ഏറ്റവും വലിയ ജില്ല ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഇടുക്കി ജില്ലയാണ്. 2ാം സ്ഥാനം പാലക്കാട് ജില്ലയ്ക്കാണ്. 2023 എറണാകുളം ജില്ലയുടെ ഏത് വില്ലേജിലെ ഭാഗമാണ് ഇടുക്കി ജില്ലയോട് കൂട്ടിച്ചേർത്തത്? കുട്ടമ്പുഴ വില്ലേജിലെ ഭാഗമാണ് ഇടുക്കി ജില്ലയിലെ
ഏത് പഞ്ചായത്തിലേക്കാണ് കൂട്ടിച്ചേർത്തത്? എടമലക്കുടി പഞ്ചായത്തിലേക്കാണ് കൂട്ടിച്ചേർത്തത്. അപ്പം അതോടുകൂടി ഇടുക്കി ജില്ലയുടെ വിസ്തീർണം കൂടുകയും ഇടുക്കി ജില്ല ഏറ്റവും വലിയ ജില്ലയാവുകയും ചെയ്തു. ഏത് വർഷമാണ്? 2023. 2023 എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിൽ ഏകദേശം 12,718.509 ഹെക്ടർ ഭൂമി ഇടുക്കി ജില്ലയിലെ എടമലക്കുടി ഗ്രാമപഞ്ചായത്തിലേക്ക് കൂട്ടിച്ചേർത്തു. അതോടെ ഇടുക്കി ജില്ലയുടെ വിസ്തീർണം 4,612 ചതുരശ്ര കിലോമീറ്ററായി. അതുവരെ ഒന്നാമതായിരുന്ന പാലക്കാടിനെ മറികടന്നു. ഇപ്പോൾ പാലക്കാടിന് 2ാം സ്ഥാനമാണ്. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാറാണ്. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാർ ആണ്. ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷം 1984. ചിന്നാർ വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം ഏകദേശം 90.44 ചതുരശ്ര കിലോമീറ്റർ ആണ്. ചിന്നാർ വന്യജീവി സങ്കേതം ഏത് ദേശീയോദ്യാനത്തിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇരവികുളം ദേശീയോദ്യാനമാണ്. അപ്പോൾ പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ ചിന്നാർ വന്യജീവി സങ്കേതമാണ്. ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷം 1984. ചിന്നാർ വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 90.44 ചതുരശ്ര കിലോമീറ്റർ ആണ്. 90.44 ചതുരശ്ര കിലോമീറ്റർ. ഇനി ചിന്നാർ വന്യജീവി സങ്കേതം ഏത് ദേശീയോദ്യാനത്തിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്? ഇരവികുളം ദേശീയോദ്യാനത്തിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഗൗണനാടി, കവനോഗ്, വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലൊരു പുണ്യനദി ഏതാണ്? ഗൗണനാടി, കവനോഗ്, വളഞ്ഞാർ. മീനച്ചിലാർ ആണ്. മീനച്ചിലാർ. പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ ഒരു പഴവർഗം. പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ ഒരു പഴവർഗം ഏതാണ്? ചക്കയാണ്. ചക്ക. അപ്പോൾ കേരളത്തിൻ്റെ സംസ്ഥാന ഫലം ഏത് എന്ന് കമന്റ് ചെയ്യുക. കേരളത്തിൻ്റെ സംസ്ഥാന ഫലം ഏത് എന്ന് കമന്റ് ചെയ്യുക. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം താഴെ പറയുന്നവയിൽ ഏതാണ്? പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായിട്ട് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മുകളിൽ പറഞ്ഞവ എല്ലാമാണ്. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ എന്നിവയെല്ലാം പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായിട്ട് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളാണ്. ഏതൊക്കെയാണ്? കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ. എറണാകുളം ജില്ലയിലെ ഏത് സ്ഥലത്ത് നടത്തിയ ഉദ്ഖനനമാണ് പ്രാചീന തമിഴകത്തിന് റോമുമായിട്ട് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നതിനുള്ള തെളിവുകൾ നൽകുന്നത്? എറണാകുളം ജില്ലയിലെ ഏത് സ്ഥലത്ത് നടത്തിയ ഉത്ഖനനമാണ് പ്രാചീന തമിഴകത്തിന് ഏത് രാജ്യവുമായിട്ടാണ് റോമുമായിട്ട് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നതായിട്ടുള്ള തെളിവുകൾ നൽകുന്നത്? പറവൂരാണ്. എറണാകുളം ജില്ലയിലെ പറവൂര് നടത്തിയ ഉത്ഖനനം. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവമുണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമായിത്തീരുന്നു, തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു. ഈ അവസ്ഥയുടെ പേര്?
ഏത് വിറ്റാമിൻ്റെ അഭാവമാണ്? വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമായി തീരുന്നു, തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു. ഈ അവസ്ഥയാണ് സിറോഫ്താൽമിയ. അപ്പോൾ സിറോഫ്താൽമിയ ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ്? വിറ്റാമിൻ എയുടെ അഭാവം മൂലമാണ്. സിറോഫ്താൽമിയയുടെ ലക്ഷണം എന്താണ്? നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമായി തീരുന്നു. ഏത് രോഗം? സിറോഫ്താൽമിയ. വിറ്റാമിൻ എയുടെ രാസനാമം. വിറ്റാമിൻ എ റെറ്റിനോൾ എന്നത് ഏത് വിറ്റാമിൻ്റെ രാസനാമമാണ്? വിറ്റാമിൻ എയുടെ രാസനാമമാണ് റെറ്റിനോൾ. വിറ്റാമിൻ എയുടെ രാസനാമം ഏതാണ്? റെറ്റിനോൾ. മനുഷ്യ ശരീരത്തിൽ വിറ്റാമിൻ എ സംഭരിക്കുന്നത് ഏത് അവയവത്തിലാണ് എന്ന് ചോദിച്ചാൽ കരളിലാണ്. മനുഷ്യ ശരീരത്തിൽ വിറ്റാമിൻ എ സംഭരിക്കുന്നത് ഏത് അവയവത്തിലാണ്? കരളിലാണ്. ഇപ്പം വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ടിട്ട് കോർണിയ എന്താകുന്നു? അധാര്യമായി തീരുന്നു. ഇത് തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു. ഈ രോഗം ഏതാണ്? ഈ അവസ്ഥ ഏതാണ്? സിറോഫ്താൽമിയയാണ്. സിറോഫ്താൽമിയയ്ക്ക് കാരണമാകുന്നത് വിറ്റാമിൻ എയുടെ അഭാവമാണ്. വിറ്റാമിൻ എയുടെ രാസനാമമാണ് റെറ്റിനോൾ എന്നത്. വിറ്റാമിൻ എ സംഭരിക്കപ്പെടുന്നത് കരളിലാണ്. അടുത്ത ചോദ്യം, ഓർഗൻ ഓഫ് കോട്ടി ഏത് ജ്ഞാനേന്ദ്രിയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓർഗൻ ഓഫ് കോട്ടി എവിടെയാണ്? ചെവിയിലാണ്. ചെവി. ഓർഗൻ ഓഫ് കോട്ടി ഏത് ജ്ഞാനേന്ദ്രിയവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ചെവി. ഓർഗൻ ഓഫ് കോട്ടി സ്ഥിതി ചെയ്യുന്നത് ഇന്നർ ഇയറിൽ, കോക്ലിയയിലാണ്. ഇന്നർ ഇയറിൽ കോക്ലിയയിലാണ് ഓർഗൻ ഓഫ് കോട്ടി സ്ഥിതി ചെയ്യുന്നത്. ഇന്നർ ഇയറിൽ കോക്ലിയയിൽ. ഓർഗൻ ഓഫ് കോട്ടിയുടെ പ്രവർത്തനം എന്താണ്? ശബ്ദ തരംഗങ്ങളെ നാഡീ സന്ദേശങ്ങളാക്കി മാറ്റുന്നു. എന്ത്? ഓർഗൻ ഓഫ് കോട്ടി. ഓർഗൻ ഓഫ് കോട്ടി ഏത് അവയവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചെവിയാണ്. ഓർഗൻ ഓഫ് കോട്ടി സ്ഥിതി ചെയ്യുന്നത് ഇന്നർ ഇയറിൽ കോക്ലിയയിലാണ്. ഓർഗൻ ഓഫ് കോട്ടിയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് അത് ശബ്ദ തരംഗങ്ങളെ നാഡീ സന്ദേശങ്ങളാക്കി മാറ്റുന്നു. ശബ്ദ തരംഗങ്ങളെ എന്താക്കി മാറ്റുന്നു? നാഡീ സന്ദേശങ്ങളാക്കി മാറ്റുന്നു. 27ാമത് സംസ്ഥാന വിത്ത് ഉപസമിതി തീരുമാനപ്രകാരം മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതും തൃശ്ശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങൾ ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലേക്ക് അനുയോജ്യമായതുമായ നെല്ലിൻ്റെ ഇനം KAU മനുരത്നയാണ്. KAU മനുരത്ന എന്നത് നെല്ലിൻ്റെ ഇനമാണ്. മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചത്. തൃശ്ശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലേക്ക് അനുയോജ്യമായ നെല്ലിനമാണ് KAU മനുരത്ന. ആഗോള താപനത്തിന് കാരണമായ ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ആഗോള താപനത്തിന് കാരണമായ ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം. കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗമാണ് ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. ആറ്റത്തിലെ ചാർജില്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ആറ്റത്തിലെ ചാർജില്ലാത്ത കണം ഏതാണ്? ന്യൂട്രോൺ ആണ്. ചാർജില്ലാത്ത കണം ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ജെയിംസ് ചാഡ്വിക് ആണ്. ആറ്റത്തിലെ ചാർജില്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ്? പ്രോട്ടോൺ ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമായ പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്.
ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ചാർജാണ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ ആണ്. ഇപ്പം ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്. പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ. അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ: എല്ലാ അയിരുകളും ധാതുക്കളാണ്. എല്ലാ ധാതുക്കളും അയിരുകൾ അല്ല. ഉത്തരം ഓപ്ഷൻ എ ആണ്. രണ്ട് പ്രസ്താവനകളും ശരിയാണ്. എല്ലാ അയിരുകളും എന്താണ്? ധാതുക്കളാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്. എല്ലാ ധാതുക്കളും അയിരുകൾ അല്ല. എല്ലാ അയിരുകളും ധാതുക്കളാണ്, എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകൾ അല്ല. ഒരു ജലതന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ അറ്റോമിക മാസിലുള്ള അനുപാതം എത്രയാണ്? ഒരു ജലതന്മാത്രയിൽ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ അറ്റോമിക മാസിലുള്ള അനുപാതം 1:8 ആണ്. 1:8. പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ: കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. മനുഷ്യനെ കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി. മനുഷ്യനെ കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി 20 ഹെർട്സ് ആണ്. 20 ഹെർട്സ്. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ താഴ്ന്ന പരിധി 20 ഹെർട്സ്, ഉയർന്ന പരിധി 20,000 ഹെർട്സ് അല്ലെങ്കിൽ 20 കിലോ ഹെർട്സ് ആണ്. 20 ഹെർട്സിൽ താഴെയുള്ള ശബ്ദത്തെ വിളിക്കുന്നത് ഇൻഫ്രാസൗണ്ട് എന്നാണ്. ഇൻഫ്രാസൗണ്ട്. 20,000 ഹെർട്സിൽ കൂടുതലുള്ള ശബ്ദത്തെ വിളിക്കുന്നത് അൾട്രാസൗണ്ട് എന്നാണ്. മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ശബ്ദം 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. താഴ്ന്ന പരിധി 20 ഹെർട്സ്, ഉയർന്ന പരിധി 20,000 ഹെർട്സ് അല്ലെങ്കിൽ 20 കിലോ ഹെർട്സ്. 20 ഹെർട്സിൽ താഴെയുള്ള ശബ്ദങ്ങളാണ് ഇൻഫ്രാസൗണ്ട്. 20,000 ഹെർട്സിന് കൂടുതലുള്ള ശബ്ദമാണ് അൾട്രാസൗണ്ട്. പ്രവൃത്തിയുടെ യൂണിറ്റ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ. പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ജൂൾ ആണ് പ്രവൃത്തിയുടെ യൂണിറ്റ്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സംവഹനം. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നു. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കിയിട്ട് ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. ദോലനം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. സൗരോർജം, കാറ്റ്, തിരമാല, കൽക്കരി. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? കൽക്കരിയാണ് കൂട്ടത്തിൽ പെടാത്തത്. സൗരോർജം, കാറ്റ്, തിരമാല ഇവ പുനരുപയോഗിക്കാവുന്ന ഊർജ സ്രോതസ്സുകളാണ്. പുനരുപയോഗിക്കാവുന്ന ഊർജ സ്രോതസ്സുകളാണ് സൗരോർജം, കാറ്റ്, തിരമാല എന്നിവ. കൽക്കരി പുനരുപയോഗിക്കാനാവാത്ത ഊർജ സ്രോതസ്സാണ്. സൗരോർജം, കാറ്റ്, തിരമാല എന്നിവയെല്ലാം റിന്യൂവബിൾ എനർജി സോഴ്സസ് ആണ്. കൽക്കരി നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് ആണ്. ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ. ബ്രിട്ടീഷ് ഭരണഘടന ഇവിടെ തന്നിരിക്കുന്നു. അർദ്ധ ഫെഡറൽ സമ്പ്രദായം, കേവല ഭൂരിപക്ഷ സമ്പ്രദായം, നിയമനിർമ്മാണ സമ്പ്രദായം, നിയമനിർമ്മാണ പ്രക്രിയ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കേവല ഭൂരിപക്ഷ സമ്പ്രദായം, നിയമനിർമ്മാണ പ്രക്രിയ. കേവല ഭൂരിപക്ഷ സമ്പ്രദായം, നിയമനിർമ്മാണ പ്രക്രിയ. ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ളത് കേവല ഭൂരിപക്ഷ സമ്പ്രദായം, നിയമനിർമ്മാണ പ്രക്രിയ.
ഭരണഘടനയിലെ 19-ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന. 19-ാം വകുപ്പ്. ഓപ്ഷൻ ബി ആണ് ഓൺലി 1 ആൻഡ് 3. സഞ്ചാര സ്വാതന്ത്ര്യം, സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം. 19-ാം വകുപ്പ്. സഞ്ചാര സ്വാതന്ത്ര്യം, സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളിൽ ഏതിലാണ് ബാലവേലയ്ക്കെതിരായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ബാലവേലയ്ക്കെതിരായിട്ടുള്ള നടപടിക്രമങ്ങൾ ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തിൽ വരുന്നവയാണ്. ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ചൈൽഡ് ലൈനുമായി ബന്ധപ്പെട്ട് പരാതികൾ സമർപ്പിക്കുവാനുള്ള ടോൾ ഫ്രീ നമ്പർ താഴെ പറയുന്നവയിൽ ഏതാണ്? ചൈൽഡ് ലൈൻ 1098 ആണ്. 1098. ശ്രീനാരായണ ഗുരു 2-ാം ബുദ്ധൻ എന്ന് അറിയപ്പെട്ടു. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചതാണ് ആത്മവിദ്യാ സംഘം. 1909 ഗുരു ശിവഗിരിയിൽ ശാരദാ മഠം സ്ഥാപിച്ചു. മുകളിൽ പറഞ്ഞവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി 2 മാത്രം. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചതാണ് ആത്മവിദ്യാ സംഘം എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. 2-ാം ബുദ്ധൻ എന്നറിയപ്പെട്ടത് ശ്രീനാരായണ ഗുരുവാണ്. ശരിയാണ്. 1909 ശിവഗിരിയിലെ ശാരദാ മഠം സ്ഥാപിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നതും ശരിയാണ്. 1857 ബ്രിട്ടീഷ് വിരുദ്ധ കലാപകാലത്ത് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരെല്ലാം? ഡൽഹിയിൽ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി ജനറൽ ഭഗത് ഖാൻ, ബഹദൂർ ഷാ രണ്ടാമൻ. ജനറൽ ഭഗത് ഖാൻ, ബഹദൂർ ഷാ രണ്ടാമൻ എന്നിവരാണ് 1857 ബ്രിട്ടീഷ് വിരുദ്ധ കലാപകാലത്ത് ഡൽഹിയിലെ നേതൃത്വം കൊടുത്തത്. ജനറൽ ഭഗത് ഖാൻ, ബഹദൂർ ഷാ രണ്ടാമൻ. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചിരുന്നത് ഏത് പേരിലാണ്? മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചിരുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2 മാത്രമാണ്. ബ്രഹ്മസം, ദേവസം, ദാനം, പണ്ടാരവക എന്നിങ്ങനെ ഭൂമി തരംതിരിച്ചിരുന്നത് ആരുടെ കാലത്താണ്? മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. ബ്രഹ്മസം, ദേവസം, ദാനം, പണ്ടാരവക എന്നിവ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ഭൂമി ഇങ്ങനെ തരംതിരിച്ചിരുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത് പെരിയാർ നദിയിലാണ്. പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച്. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത്? ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാലാണ്. കൊടൈക്കനാൽ. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി തന്നിരിക്കുന്നു. കൃഷ്ണ, കാവേരി, നർമ്മദ, മഹാനദി എന്നിവയാണ്. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്തത് നർമ്മദ നദിയാണ്. നർമ്മദ നദി. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? ലേ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ലേ ആണ്. ലേ ഏത് നദിക്കരയിലാണ്? സിന്ധു നദിക്കരയിലാണ്. ലേ സ്ഥിതി ചെയ്യുന്നത് സിന്ധു നദിക്കരയിലാണ്. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നും എടുത്തതാണ്? മൺസൂൺ എടുത്തിരിക്കുന്നത് അറബി ഭാഷയിൽ നിന്നുമാണ്. അറബി. ആസാമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? കാസിരംഗ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആസാമാണ്. ഏത് മൃഗം? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗമാണ് കാസിരംഗ ദേശീയോദ്യാനത്തിലെ സംരക്ഷണ മൃഗം. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. കാസിരംഗ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം
കാഞ്ചൻജംഗ ദേശീയോദ്യാനമാണ്. കാഞ്ചൻജംഗ ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം. ഝാൻസി റാണി വീരമൃത്യു വരിച്ചത് 1858. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം 1858. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ബനാറസ് ഉടമ്പടി വാറൻ ഹേസ്റ്റിങ്സ്. വാറൻ ഹേസ്റ്റിങ്സ് ഗവർണർ ജനറൽ ആയിരുന്ന കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്. ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ബ്രഹ്മസമാജമാണ്. ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം. ഏതു വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ആത്മീയ സഭ രൂപീകരിച്ചത് 1815 1815 രാജാറാം മോഹൻ റോയ് കൊൽക്കത്തയിൽ ആത്മീയ സഭ സ്ഥാപിച്ചു. ആത്മീയ സഭ സ്ഥാപിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. 1815 എവിടെയാണ്? കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിൽ 1815 രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ സ്ഥാപിച്ചു. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്? പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917. ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. ഏത് സംസ്ഥാനമാണ്? ബീഹാറിൽ 1917. ഇനി കേരളത്തിൽ ഗാന്ധിജി ഇടപെട്ട ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? കേരളത്തിൽ ഗാന്ധിജി ഇടപെട്ട ആദ്യത്തെ സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം. മാർച്ച് 24 1924 മാർച്ച് മുതൽ 1925 നവംബർ വരെയായിരുന്നു സത്യാഗ്രഹം നടന്നത്. വൈക്കം സത്യാഗ്രഹം കേരളത്തിൽ ഗാന്ധിജി ഇടപെട്ട ആദ്യത്തെ സത്യാഗ്രഹം. 1924 to 1925 വൈക്കം സത്യാഗ്രഹം നടന്നത്. 50 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. എല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. കൂടെ റിലേറ്റഡ് ഫാക്ട്സും കൂടി പഠിച്ചു വയ്ക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്